الحمد لله وحده والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സമുദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അക്സരി മാ യദ്ഖുലുൻ നാസ് അൽ ജന്ന, ഏറ്റവും അധികം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണ്? അതായത് അധികം ആളുകളും സ്വർഗാവകാശികളായി തീരുവാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ അമൽ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം, സൽസ്വഭാവം, വസുഇല അൻ അക്സരി മാ യദ്ഖുലുൻ നാസ് അൻ-നാർ, ഏറ്റവും അധികം ആളുകളെ നരകത്തിന്റെ ആളുകളാക്കി തീർക്കുന്നതിനെ പറ്റിയും നബിയോട് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അൽഫമു വൽ ഫർജ്. ഫം എന്ന് ഉദ്ദേശിക്കുന്നത് വായയാണ്, വായ കൊണ്ട് ഉദ്ദേശം നാവ് തന്നെയാണ്. വൽ ഫറജ് തുകിയ അവയവമാണ്. അപ്പോൾ ഇതിൽ വളരെ ചുരുങ്ങിയ രണ്ട് വാക്കുകളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗാവകാശികളെയും നരകാവകാശികളെയും തമ്മിൽ വേർതിരിക്കുന്നത്. അതിൽ സ്വർഗാവകാശികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് തഖ്വല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളതിന് പല ദർജകളുള്ളതായിട്ട് ഉലമാക്കൾ പറയും. അതായത് ആദ്യമായി ഹറാമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവനായിട്ട് ഒഴിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേലെ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അത് ഭക്ഷണമാകട്ടെ, പാനീയമാകട്ടെ, നോട്ടമാകട്ടെ, നടത്തമാകട്ടെ, ഇരുത്തമാകട്ടെ, അതുപോലെ സംസാരമാകട്ടെ, ഏതു നിലക്കുമുള്ള കാര്യവുമാവട്ടെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ. ഹറാം എന്ന് പറയുന്നത് എന്റെ താല്പര്യം നമുക്കറിയാം. അത് ചെയ്താൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് നമ്മൾ കാരണമായി തീരും. അത് ഒഴിവാക്കിയാൽ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒഴിവാക്കിയാൽ നമുക്ക് പ്രതിഫലവുമുണ്ട് ഇൻഷാ അല്ലാഹ്. ആ ഹറാമായിട്ടുള്ള കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അതുപോലെ അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു ദർജയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേലെ മക്റൂഹ് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. മക്റൂഹ് ആക്കുക എന്ന് പറയുന്നത് വെറുക്കപ്പെട്ടതെന്നാണ് അതിന്റെ അർത്ഥം. അനഭിലഷണീയം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം, അത് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ, അതുപോലെ അത് ചെയ്തിൽ ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ അടുത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലവും കിട്ടുന്ന കാര്യങ്ങളാണ്. ഉദാഹരണമായി കമിഴ്ന്ന് കിടക്കുക, അത് മക്റൂഹായിട്ടുള്ള കാര്യമാണ്. കമിഴ്ന്ന് വയറുമേൽ കിടക്കുന്ന ഒരവസ്ഥ, അത് മക്റൂഹാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മക്റൂഹായിട്ടുള്ള കാര്യങ്ങൾ, മക്റൂഹിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ഇവിടെ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അഹ്കാമുൽ ഖംസ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ മക്റൂഹായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം ലഗ്വുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ലഘു എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സംഗീതം, അതുപോലെ തന്നെ പാട്ട് അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ഈമാൻ ഉണർത്തുന്ന ഗാനങ്ങളാണെങ്കിൽ അൽഹംദുലില്ലാഹ്. അതല്ലാത്ത നമ്മളുടെ മനസ്സിനെ തെറ്റിച്ചു കളയുന്ന, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നമ്മളെ മാറ്റിക്കളയുന്ന ഗാനങ്ങൾ അല്ലെങ്കിൽ സംഗീതം, അതുപോലുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കുക. അങ്ങനെ ഇതെല്ലാത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി മാത്രമായി ഒഴുകിയിരിക്കുന്ന അവസ്ഥ ഒരു മുഅ്മിനുണ്ടാകും. അതാണ് തഖ്വയുടെ ഏറ്റവും പരമമായിട്ടുള്ള അവസ്ഥ. ആ അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ നമ്മളുടെ ഈമാനിലും നമ്മളുടെ ഇഖ്ലാസിലും നമ്മളുടെ അമലുകളിലുമെല്ലാം വലിയ വലിയ മാറ്റവും മാധുര്യവും നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ തഖ്വയാണ് മനുഷ്യരെ അധികവും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. രണ്ടാമതായി ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. സൽസ്വഭാവം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമല്ല, ഒരുപാട് ഗുണങ്ങളുടെ സമ്മേളിച്ചിട്ടാണ് സൽസ്വഭാവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇസ്ലാം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിയോഗിതനായത് തന്നെ സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഏറ്റവും അധികം അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്ത് ആഖിറത്തിൽ സ്വർഗത്തിൽ ഉണ്ടാവുന്നത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ സൽസ്വഭാവമുള്ള ആളുകളുണ്ട്. ഇനി നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം നാവും അവയവവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു അവസരത്തിൽ പറഞ്ഞ ഒരു കാര്യം,
അത് മാത്രം മനസ്സിലാക്കിയാൽ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. മൻ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി ദഖലൽ ജന്ന വഅദ്മൻ ലഹു അൽ ജന്ന. ആരെങ്കിലും രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതും രണ്ടു കാലുകൾക്കിടയിലുള്ളതും അതിനെപ്പറ്റി എനിക്ക് ഉറപ്പ് നൽകിയാൽ, അതായത് ഈ രണ്ടു കാര്യങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിയിൽ മാത്രം വിനിയോഗിക്കും എന്ന് ഉറപ്പ് നൽകിയാൽ അയാൾക്ക് സ്വർഗം ഞാൻ ഉറപ്പ് നൽകുന്നതാണ്. അപ്പൊ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ രണ്ടു കാര്യങ്ങളും. അതിനെ സൂക്ഷിക്കുക, അതിനെ അള്ളാഹുവിനെ തൃപ്തികരമല്ലാത്ത മാർഗത്തിൽ ഉപയോഗിക്കാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വയുള്ള, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെ ഏറ്റവും പ്രിയങ്കരരായിട്ടുള്ള അവന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.